അപ്പോൾ ഫോർമാലിറ്റീസും കാര്യങ്ങളൊന്നുമില്ല. നമുക്കറിയാം സിവിൽ പോലീസ് ഓഫീസറിൻ്റെ ഫിസിക്കൽ ടെസ്റ്റിനുള്ള ഹോൾ ടിക്കറ്റ് ഒക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഫിസിക്കൽ ടെസ്റ്റിന് പോകുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് തുടങ്ങിയ കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കാൻ വേണ്ടി പോകുന്നത്. കഴിഞ്ഞ എല്ലാ വീഡിയോയിലും നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന സെബാസ്റ്റ്യൻ തന്നെയാണ് കാര്യങ്ങൾ വിശദീകരിക്കുന്നത്. അപ്പോൾ സെബാസ്റ്റ്യൻ, ഇപ്പോൾ എല്ലാവരും കാത്തിരുന്ന സിവിൽ പോലീസ് ഓഫീസിൻ്റെ ഷോർട്ട് ലിസ്റ്റ് ഒക്കെ കഴിഞ്ഞിട്ട് ഇപ്പോൾ ഫിസിക്കലിൻ്റെ ആ ഒരു മൊമെൻ്റ് എത്തിയിട്ടുണ്ട്. അപ്പോൾ ആദ്യം തന്നെ ഫിസിക്കലിന് പോകുന്നവരോട് എന്താണ് പറയാനുള്ളത്? സ്ട്രെസ്സൊക്കെ ഒഴിവാക്കി മാക്സിമം നല്ലൊരു ഫീലിങ്ങിൽ തന്നെ പോയി തുടങ്ങുക. അതായത് എനിക്ക് കിട്ടും, ഈ 5 ഐറ്റം എനിക്ക് ഈസി ആയിട്ട് ക്ലിയർ ചെയ്യാൻ പറ്റും എന്നുള്ളൊരു കോൺഫിഡൻസ് തന്നെ പോവുക. എൻ്റെ ഡ്രീം ജോബാണ് എന്ന് മനസ്സിൽ കരുതുക. ഫിസിക്കലി അവിടെ എത്തിക്കഴിയുമ്പോഴത്തേക്കും കുറച്ച് ആൾക്കാരൊക്കെ കാണും. അവരെ കാണുമ്പോഴത്തേക്കും നമ്മൾ ഡീമോട്ടിവേറ്റ് ഒന്നും ആകണ്ട. അതായത് നല്ലൊരു കോൺഫിഡൻസ് തന്നെ കീപ്പ് ചെയ്യുക. സ്ട്രെസ് ഉണ്ടെങ്കിൽ സ്ട്രെസ് മാനേജ് ചെയ്യുക. അത്യാവശ്യം കുറച്ച് വെള്ളമൊക്കെ കുടിക്കുക. ഒരുപാട് കുടിക്കരുത്, ചെറിയ തോതിലൊക്കെ കുടിക്കുക. ഈവൻറ്റിന് ഇറങ്ങുന്നതിന് തൊട്ട് മുമ്പായിട്ട് ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട് ഒക്കെ ചെയ്യുക. നല്ലൊരു, അതായത് അവിടെ നിൽക്കുന്ന കുറച്ച് പിള്ളേരോടൊക്കെ അവരുടെ വർത്താനമൊക്കെ പറഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് ആ സ്ട്രെസ്സൊക്കെ മാനേജ് ചെയ്യാൻ പറ്റും. എനിക്ക് നല്ല രീതിയിൽ ഓരോ ഇവൻറ്റും കാഴ്ചവെക്കാൻ പറ്റും എന്നുള്ള രീതിയിൽ തന്നെ പോവുക. ഉറപ്പായിട്ടും നമുക്ക് അത് കിട്ടും. അതുപോലെ നമുക്കറിയാം ചിലപ്പം ലോങ്ങിലായിരിക്കും ചിലപ്പോൾ നമ്മൾ ഫിസിക്കലിൻ്റെ ഗ്രൗണ്ട് എന്ന് പറയുന്നത്, നമുക്ക് കിട്ടുന്ന ആ ഒരു ഗ്രൗണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ അതിലെങ്ങനെയാണ് നമ്മൾ നേരത്തെ പോയി നിൽക്കുന്നതായിരിക്കും നല്ലത്, അതോ എങ്ങനെയായിരിക്കും അതിൻ്റെ ഒരു അറേഞ്ച്മെൻറ്റ് എങ്ങനെയാണ് ചെയ്യേണ്ടത്? ദൂരം കൂടുതലാണെങ്കിൽ തലേദിവസം തന്നെ പോയി സ്റ്റേ ചെയ്യുക. വേറെ ഫ്രണ്ട്സൊക്കെ ഉണ്ടെങ്കിൽ ഫ്രണ്ട്സിനെ കൂടെ കൊണ്ടുപോവുക. അവരുമായിട്ട് നമുക്ക് കൂടുതൽ വർത്തമാനമൊക്കെ പറയുമ്പം നമുക്ക് സ്ട്രെസ്സൊക്കെ കുറച്ച് കുറയ്ക്കാൻ പറ്റും. അന്നേരം ഗ്രൗണ്ടുമായിട്ടുള്ള പൊരുത്തം നല്ലതാണ്. കാരണം തലേദിവസമൊക്കെ പോയി കഴിഞ്ഞിട്ട് അവിടെ ഒന്ന് നമുക്ക് ഉള്ള ഈവൻറ്റിലൊക്കെ 1-2 ഈവൻ്റൊക്കെ ചെയ്ത് നോക്കുമ്പോഴത്തേക്കും നമുക്കൊരു ഗ്രൗണ്ടുമായിട്ടുള്ളൊരു പൊരുത്തം വരുമ്പോഴത്തേക്കും നമുക്ക് നല്ല രീതിയിൽ തന്നെ ഈവൻറ്റ് നമുക്ക് നല്ല രീതിയിൽ തന്നെ ചെയ്യാൻ പറ്റും. അന്നേരം ആ ഒരു നല്ലതാണ്. തലേദിവസം തന്നെ പോയി തന്നെ സ്റ്റേ ചെയ്തിട്ട് ആ ഒരു ഇവൻറ്റ് ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ ആ ദിവസം നമ്മൾ കഴിക്കേണ്ട ഫുഡും കാര്യങ്ങളൊക്കെ നമ്മൾ വീഡിയോയിലൊക്കെ ആയിട്ട് പറഞ്ഞാണ്. എന്നാലും ഒരിക്കൽ കൂടി ആ ദിവസം എങ്ങനെയാണ് ഫുഡും കാര്യങ്ങളൊക്കെ മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്, അതുപോലെ വെള്ളം എങ്ങനെയാണ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്, അത്തരത്തിലുള്ള കാര്യങ്ങൾ കൂടി പ്രേക്ഷകർക്കൊന്ന് പറഞ്ഞോളൂ. 2-3 ലിറ്റർ വെള്ളം, 3-4 ലിറ്റർ വെള്ളം എന്തായാലും കൊണ്ടുപോവുക. പിന്നെ ഫുഡായിട്ട് നമ്മൾ ഹാർഡ് ഫുഡ് കഴിക്കരുത്. നമ്മൾ നേരത്തെ വീഡിയോ പറഞ്ഞ പോലെ തന്നെ റൂമിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് ലൈറ്റായിട്ട്, അതിന് മുമ്പായിട്ട് ഒരു ലൈറ്റായിട്ടുള്ള എന്തെങ്കിലും അപ്പോ കുറച്ച് കറിയോ അല്ലെങ്കിൽ ദോശയൊക്കെ കഴിച്ച് ഇറങ്ങുക. പിന്നെ നല്ലപോലെ വെള്ളം കരുതുക. അതുപോലെ തന്നെ ഈ വെള്ളത്തിലേക്ക് കുറച്ച് ഗ്ലൂക്കോസ് പൊടിയൊക്കെ ഇട്ട് എടുക്കുകയാണെങ്കിൽ നമുക്ക് ആ ഒരു എനർജി നമുക്ക് ലോസ് ആകാതെ തന്നെ നമുക്കത് കീപ്പ് ചെയ്യാൻ പറ്റും. കാരണം ഈ 1500 വരെ എത്തുന്ന ഒരു ഉദ്യോഗാർത്ഥി ഒരു മണി 1:30 ടൈമിലൊക്കെ ആയിരിക്കും. അന്നേരം നമുക്ക് ഈ ഗ്രൗണ്ടിൽ തന്നെ ആയിരിക്കും ഇത്രയും ടൈം. അന്നേരം വെയിലത്തിലൊക്കെ ആയിട്ട് നമുക്ക് വിശപ്പൊക്കെ നഷ്ടപ്പെടുമ്പോഴത്തേക്കും നമ്മുടെ ആ ഒരു എനർജി നഷ്ടപ്പെടുമല്ലോ. അന്നേരം ആ ഒരു ഗ്ലൂക്കോസ് വെള്ളമൊക്കെ കരുതുക. പിന്നെ പഴം, അതായത് ഓരോ ഈവൻറ്റ് കഴിയുമ്പം കുറച്ച് ഗ്യാപ്പ് കിട്ടും. അന്നേരം ഏത്തപ്പഴമൊക്കെ കരുതുക. അന്നേരം ആ ഒരു ചെറിയ ചെറിയ വിശപ്പിനൊക്കെ നമുക്ക് ശമിപ്പിക്കാൻ പറ്റും. പിന്നെ ഫസ്റ്റ് എയ്ഡ് കിറ്റിൽ ഒരു പെയിൻ കില്ലറോ മൂവോ അല്ലെങ്കിൽ അതേപോലെ തന്നെ ഓയിൽമെൻ്റൊക്കെ കരുതുക. അത്യാവശ്യം നമുക്ക് എന്തെങ്കിലുമൊക്കെ വന്നു കഴിഞ്ഞാൽ മസിൽ ക്യാച്ച് വന്നു കഴിഞ്ഞാലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും എന്തെങ്കിലുമൊക്കെ ചെയ്ത് ഉളുക്കുമല്ല എന്തെങ്കിലും അങ്ങനെയൊക്കെ ചെറിയ എന്തെങ്കിലും ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള നമുക്ക് റിലീഫ് കിട്ടാൻ വേണ്ടി അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കരുതി കഴിഞ്ഞാൽ നല്ലതാണ്. ആ ഒരു ദിവസം എൻ്റെ ലൈഫിൻ്റെ ഗതി നിർണ്ണയിക്കുന്ന ഒരു ദിവസമാണ്. എൻ്റെ ലൈഫിലെ അത്യന്താപേക്ഷിതമായ ഒരു ദിവസമാണ്. ഞാൻ എങ്ങനെയും ഈ ഒരു ജോലി അടിച്ചടക്കും എന്നുള്ള ഒരു ആത്മവിശ്വാസത്തോടു കൂടി മുന്നോട്ട് പോവുക. അതുപോലെ സെബാസ്റ്റ്യൻ പറയാൻ പോയ വീട്ടുകാരും ഒരു ഗ്ലൂക്കോസ് പൊടിയും കൂടി കരുതുക അല്ലേ. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യമാണ്. അതുപോലെ തന്നെ മാക്സിമം കോൺഫിഡൻ്റ് ആയിട്ട് ക്യാപ്ച PSC ഫോളോ ചെയ്ത് 8 ഐറ്റംസും ലെവലാക്കി വെച്ച ഒരാൾക്ക് ഡെഫിനറ്റ്ലി പറ്റും എന്ന് തന്നെയാണ് എൻ്റെ ഒരു കോൺഫിഡൻറ്റ്. അപ്പോൾ എല്ലാവരും നന്നായി ട്രൈ ചെയ്യാം. അവസാനമായിട്ട് ചോദിക്കാനുള്ളത്, എന്താണ് ഇവർക്ക് കൊടുക്കാനുള്ള ഒരു മോട്ടിവേഷൻ എന്ന് പറയുന്നത്? ഡ്രീം ജോബാണ്. കാരണം 3, 4, 5 കൊല്ലം, ചിലർ 6, 7, അതായത് 2 പ്രാവശ്യം എഴുതി ഒരു ഫിസിക്കലിന് വേണ്ടി ഇരിക്കുന്നവരുണ്ടാവും. അന്നേരം അവരിപ്പോൾ ഒരു 5, 6 കൊല്ലമൊക്കെ ആയിട്ട് ഏജ് അതായത് ഇത് ലാസ്റ്റ് ചാൻസ് ആണ്. അന്നേരം അങ്ങനെ നിൽക്കുന്നവരൊക്കെ ഒരുപാട് ആൾക്കാരുണ്ട്. ഇത് കഴിഞ്ഞാൽ കാരണം ചിലവർ മനസ്സിൽ തന്നെ ചെറുപ്പത്തിൽ തന്നെ ആഗ്രഹിച്ച ഒരു ജോബായിരിക്കും. എങ്ങനെയാലും എനിക്കൊരു കാക്കി ഇടണം, യൂണിഫോം പോസ്റ്റ് വേണം എന്ന് ആഗ്രഹിക്കുന്നവരുണ്ടാവും. അന്നേരം അവരെ സംബന്ധിച്ചിടത്തോളം ഇപ്പം ഒരുവിധം എനിക്ക് ഫിസിക്കലി ഒരുവിധമൊക്കെ ആകുന്നുണ്ട്. പക്ഷെ അവിടെ എത്തിക്കഴിയുമ്പോൾ എനിക്ക് എങ്ങനെയാണെന്ന് അറിയത്തില്ല. അവിടുത്തെ ആറ്റ്മോസ്ഫിയറായിട്ടോ അല്ലെങ്കിൽ ഗ്രൗണ്ടുമായിട്ടോ ആൾക്കാരെ കാണുമ്പോൾ ഒക്കെ എങ്ങനെയാണ് എനിക്ക് എൻ്റെ ഇവിടെ ചെയ്ത പെർഫോമൻസ് എനിക്ക് അവിടെ ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ സംശയമായിരിക്കും. തീർച്ചയായും നിങ്ങൾക്ക് പറ്റും. നിങ്ങൾക്ക് നല്ലൊരു കോൺഫിഡൻസ് അവിടെ ഉണ്ടാവും. എല്ലാവരുമായിട്ട് സ്ട്രെസ്സ് മാനേജ് ചെയ്യാൻ പഠിക്കുക. നല്ലൊരു വാമപ്പൊക്കെ ആയിട്ട് ഗ്രൗണ്ടിലോട്ട് ഇറങ്ങാൻ ശ്രമിക്കുക. തീർച്ചയായും നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾക്ക് ഡ്രീം ജോബ് നിങ്ങൾക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാവർക്കും നന്ദി. എനിക്ക് പറയാനുള്ളത്, ആദ്യത്തെ 5 ഐറ്റം തന്നെ നിങ്ങൾക്ക് എത്തിപ്പിടിക്കാൻ സാധിക്കട്ടെ എന്നാണ്. ദെൻ അവസാനത്തെ ഐറ്റത്തിലേക്ക് പോയാലും, അതായത് 4 ഐറ്റം പാസ്സായിട്ട് 1500ലേക്ക് പോയാലും ഈ ഓടിക്കയറുന്നത് എൻ്റെ ഡ്രീം ജോബിലേക്കാണ് എന്നുള്ള ആത്മവിശ്വാസത്തോടു കൂടി ഓടാൻ ശ്രമിക്കുക. ഡെഫിനറ്റ്ലി കാക്കി അണിയണം എന്നുള്ള ആഗ്രഹം നിങ്ങൾക്കുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് സാധിക്കും.
നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള എല്ലാ സപ്പോർട്ടിനും ക്യാപ്ചർ PSC ഒരുപാട് നന്ദി പറയുന്നു. ക്യാപ്ചർ PSCക്കും ഇതിന്റെ ഭാഗമാകാൻ സാധിച്ചാൽ ഒരുപാട് നന്ദിയുണ്ട്. എക്സ്പെഷ്യലി സെബാസ്റ്റിനോട് കഴിഞ്ഞ ഒരുപാട് വീഡിയോസിൽ എല്ലാ കാര്യങ്ങളും വിശദീകരിച്ചു തന്ന ഒരാളാണ് സെബാസ്റ്റ്യൻ. സെബാസ്റ്റിന് ക്യാപ്ചർ PSCയുടെ സ്നേഹം നിറഞ്ഞ ഒരുപാട് നന്ദിയുണ്ട്. അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പോവുക, കോൺഫിഡൻ്റ് ആയിട്ട് പോവുക, സന്തോഷമായിട്ട് പോവുക. എല്ലാവർക്കും കാക്കി അണിയാൻ സാധിക്കട്ടെ. ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്.